Dear students, നമുക്ക് 5th യൂണിറ്റിൽ സെക്ഷൻ 28 നോക്കാം. നമുക്ക് 27 നമുക്ക് കുറച്ച് സെമിനാർ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ബാക്കി എടുക്കാം. അപ്പോൾ 28 നമുക്ക് നോക്കാം. ഹെഡിങ് കോമ്പാക്ട് സെൽഫ് അഡ്ജോയിൻറ്റ് ഓപ്പറേറ്റർ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കോമ്പാക്ട് എന്താണെന്ന് നോക്കാം. An operator A on a Hilbert space H over K is said to be compact if for every bounded sequence xn in H, the sequence A of xn contains a subsequence which converges in H. അപ്പം എ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ എച്ച് എന്ന് പറയുന്ന ഹിൽബർട്ട് സ്പേസിൽ കോമ്പാക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എച്ചിലെ എല്ലാ ബൗണ്ടഡ് സീക്വൻസും അല്ലെങ്കിൽ ഏത് ബൗണ്ടഡ് സീക്വൻസ് എടുത്താലും എ ഓഫ് എക്സൻ എന്ന്, അതായത് എച്ച് എന്നൊരു ബൗണ്ടഡ് സീക്വൻസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എ അപ്ലൈ ചെയ്ത് സീക്വൻസ് എ ഓഫ് എക്സൻ നമുക്ക് ഉണ്ടാക്കാം. ആ എ ഓഫ് എക്സന്നിന് നമുക്കൊരു സബ്സീക്വൻസ് ഉണ്ടാവണം. ആ സബ്സീക്വൻസ് കൺവേർജിങ് ഇൻ എച്ച് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എ ഓഫ് എക്സ് എന്ന് പറയുന്ന സീക്വൻസിന് ഒരു കൺവേർജിങ് സീക്വൻസ് ഉണ്ടാകുകയും അത് കൺവേർജിങ് ഇൻ എച്ച് ആണെങ്കിൽ നമുക്ക് പറയാം എ ഈസ് എ കോമ്പാക്ട് ഓപ്പറേറ്റർ. Next is, if A is a compact operator on H, then there is some alpha greater than 0 such that norm A of x less than or equal to alpha for all x belongs to H with norm x less than or equal to 1. For otherwise we can find some xn belongs to H with the norm xn is less than or equal to 1 and norm A of xn is greater than 1 plus maximum of norm A of x1 etc. norm A of xn for n equal to 1, 2, 3 with the x not equal to 1. X not equal to 0. Then the sequence A of xn has no converging subsequence, although sequence xn is a bounded sequence. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കറിയാം അത് ബൗണ്ടഡ് ആവുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പറയാം എല്ലാ കോമ്പാക്ട് ഓപ്പറേറ്ററും നമുക്ക് ബൗണ്ടഡ് ആയിരിക്കും. അപ്പം നമുക്ക് നോം എ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ആവുകയാണെങ്കിൽ അത് കോമ്പാക്റ്റ് ആണ്. ഇനി അങ്ങനെ ആകുന്നില്ല, അതായത് എ ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരാൾ എക്സ് എൻ കറസ്പോണ്ടിങ് ഒരാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് മാക്സിമം ഓഫ് ദിസ് 1 ആയിട്ട് എപ്പോഴും വരുന്നുവെങ്കിൽ നമുക്കതിനൊരിക്കലും ഒരു കൺവേർജിങ് സബ്സീക്വൻസ് കണ്ടെത്താൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ കോമ്പാക്ട്നെസ്സിനെ അത് കോൺട്രഡിക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എവറി കോമ്പാക്ട് ഓപ്പറേറ്റർ ഈസ് ബൗണ്ടഡ്. എന്നാൽ ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആകണമെന്നില്ല. അതായത് ഒരു ഓപ്പറേറ്റർ ബൗണ്ടഡ് ആണെന്ന് വിചാരിച്ചിട്ട് അത് കോമ്പാക്റ്റ് ആകണമെന്നില്ല. എക്സാമ്പിൾ, ഇഫ് എച്ച് ഈസ് ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ദെൻ ദ ഐഡന്റിറ്റി ഓപ്പറേറ്റർ ഐ ഈസ് ക്ലിയർലി ബൗണ്ടഡ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് കോമ്പാക്റ്റ്. നമുക്കറിയാം ഐ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, പക്ഷേ ഫൈനൈറ്റ്. അപ്പോൾ പക്ഷേ അത് കോമ്പാക്റ്റ് അല്ല നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇഫ് sequence un is an infinite orthonormal sequence in H, then norm un equal to 1. But norm un minus um equal to root 2 for all m not equal to n. അപ്പം ഇവിടെ നോം യു എൻ ഈക്വൽ ടു 1 ആണ്. ദെൻ ഏതെങ്കിലും രണ്ട് ഓർത്തോനോമൽ സീക്വൻസ് എടുത്താൽ അപ്പോൾ നമ്മളുള്ള നോംസിൻ്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് റൂട്ട് 2ലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഐ ഓഫ് യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യു എൻ ആണ്. അപ്പോൾ ഈ സീക്വൻസ് 0യിലേക്ക് പോയെങ്കിൽ മാത്രമേ, അതായത് യു എൻ മൈനസ് യു എം എന്ന് പറയുന്ന സംഭവമൊക്കെ 0യിലേക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് കൺവേർജിങ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരിക്കലും 0യിലോട്ട് പോകാത്തത് കൊണ്ട് ഇതിനൊരു കൺവേർജിങ് സബ്സീക്വൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റത്തില്ല. സോ ഐ ഓഫ് യു എ ഹാസ് നോ കൺവേർജിങ് സബ്സീക്വൻസ്. സോ ഐ ഈസ് നോട്ട് എ കോമ്പാക്ട് ഓപ്പറേറ്റർ. നമുക്ക് തിയറത്തിലേക്ക് പോകാം. Let A belongs to BL of H. If R of A is finite dimensional, then A is compact. Range of A finite dimensional ആണെങ്കിൽ A compact ആണ്. Second one, if each an is compact operator on H and norm an minus A tends to 0, then A is compact. ans എല്ലാം കോമ്പാക്റ്റ് ആണ്. അതോടൊപ്പം തന്നെ നോം an മൈനസ് എ ടെൻസ് ടു 0 ആണെങ്കിൽ അത് എയും കോമ്പാക്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് A is compact, then A star is also compact. First one proof നോക്കാം. Let the range R of A be finite dimension നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഫൈനൈറ്റ് ഡയമെൻഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫൈനൈറ്റ് ഓർത്തോനോർമൽ സെറ്റ് കൊണ്ട് നമുക്കതിനെ സ്പാൻ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ഇറ്റ് ഈസ് സ്പാൻഡ് ബൈ
എ ഫൈനൈറ്റ് ഓർത്തോനോർമൽ സെറ്റ് u1 u2 എക്സെട്ര um. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എഫ് ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നപ്പോട്ട് എക്സ് u1 എക്സെട്ര എക്സ് um. എക്സ് ബിലോങ്സ് ടു ആർ ഓഫ് എ ഇസ് എ ലീനിയർ ഐസോമെട്രി ഓഫ് ആർ ഓഫ് എ ഓൺ ടു കെ എം വിത്ത് നോം 2. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, 22.9 ഓക്കെ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഐസോമെട്രി ഉണ്ട്, ലീനിയർ ഐസോമെട്രി ഉണ്ട്. ലെറ്റ് സീക്വൻസ് എക്സ് ആൻഡ് ബി എ ബൗണ്ടഡ് സീക്വൻസ് ഇൻ എച്ച്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ എ ഓഫ് എക്സിന് പറയുന്നത് എ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണെന്നാണ്. അപ്പോൾ എ ഓഫ് എക്സിൻ ഹാസ് എ സീക്വൻസ് എ ഓഫ് എക്സിൻ ഹാസ് എ കൺവേർജിങ് സബ് സീക്വൻസ് ഉണ്ടെന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിന് വേണ്ടി എക്സ് എന്ന് പറയുന്ന ഒരു ബൗണ്ടഡ് സീക്വൻസിനെ എടുത്തു. എ എന്ന് പറയുന്നത് ബൗണ്ടഡ് ഓപ്പറേറ്ററാണ്. ദെൻ എ ഓഫ് എക്സ് ഈസ് ഓൾസോ എ ബൗണ്ടഡ് സീക്വൻസ്. സീക്വൻസ് എ ഓഫ് എ ബൗണ്ടഡ് ആണ്, എക്സ് ബൗണ്ടഡ് ആണ്. ദെൻ സീക്വൻസ് എ ഓഫ് എക്സ് ഈസ് ഓൾസോ ബൗണ്ടഡ് ഇൻ ആർ ഓഫ് എ. ഹെൻസ് നമുക്ക് പറയാം എഫ് ഓഫ് സീക്വൻസ് എഫ് ഓഫ് എ ഓഫ് എക്സ് ഈസ് ഓൾസോ ബൗണ്ടഡ് ഇൻ സീക്വൻസ് കെ എൻ. കെ എം ആണ് ഇവിടെ, കെ എം. ദെൻ നമുക്കറിയാം കെ എമ്മിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാം. ബൈ ദ ക്ലാസിക്കൽ ബോൾസാനോ-വെയ്സ്ട്രാസ് തിയറം ഇറ്റ് കണ്ടെയ്ൻസ് എ കൺവേർജൻറ്റ് സബ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സീക്വൻസ് എ ഓഫ് എക്സിന് ഒരു കൺവേർജിങ് സബ് സീക്വൻസ് ഉണ്ടായി. സോ നമുക്ക് പറയാം എ ഈസ് കോമ്പാക്റ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് each an is compact operator on H and norm an minus a tends to 0, then A is compact. അപ്പോൾ ans എല്ലാം കോമ്പാക്റ്റ് ആണ്, norm an minus a tends to 0 ആണ്, and we have to prove A is compact. ഓക്കെ, പ്രൂഫ് നോക്കാം. For n equal to 1, 2, 3 etc. let an be a compact operator on H and assume norm an minus a tends to 0. നമുക്ക് നമ്മുടെ തിയറത്തിൽ തന്നിട്ടുള്ള കാര്യമാണ്. ഓക്കെ, നമ്മൾ ഒരു ബൗണ്ടഡ് സീക്വൻസിനെ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഓർക്കേണ്ടത് നമുക്ക് ഒരു കൺവേർജിങ് സബ് സീക്വൻസിനെ കണ്ടുപിടിക്കുകയും അത് നമ്മുടെ എച്ചിൽ കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സീക്വൻസ് എടുത്തു, ബൗണ്ടഡ് സീക്വൻസ് എക്സ് ജെ. ലെറ്റ് എക്സ് ഓഫ് ജെ ബി എ സീക്വൻസ് ഇൻ എച്ച് സച്ച് ദാറ്റ് നോം എക്സ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഫോർ ജെ ഈക്വൽ ടു 1, 2, 3 എക്സെട്ര ആൻഡ് സം ആൽഫ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് A1 A2 എക്സെട്ര ANs എല്ലാം കോമ്പാക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോമ്പാക്റ്റ് ആയതുകൊണ്ട് അതിന് നമുക്ക് കൺവേർജിങ് സബ് സീക്വൻസിനെയൊക്കെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മൾ A1 കോമ്പാക്റ്റ് ആണ്. സിൻസ് A1 ഈസ് കോമ്പാക്റ്റ്, സീക്വൻസ് A1 XJ കണ്ടെയ്ൻസ് എ കൺവേർജിങ് സബ് സീക്വൻസ് A1 XJ1. ഓക്കെ, A1 കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമുക്കൊരു കൺവേർജിങ് സബ് സീക്വൻസ് ഉണ്ട്, അതാണ് A1 ഓഫ് XJ. സബ് സീക്വൻസ് ആണ്. എഗെയിൻ XJ1 എന്ന് പറയുന്നത് ബൗണ്ടഡ് സീക്വൻസ് ആണ്. അപ്പോൾ നമുക്ക് A2 കോമ്പാക്റ്റ് ആണ്. സോ നമുക്ക് A2 ഓഫ് XJ1 ഹാസ് എ കൺവേർജിങ് സബ് സീക്വൻസ്. അതിനെ ഞാൻ പേരിട്ട് വിളിക്കുവാണ് സീക്വൻസ് A2 ഓഫ് XJ2. ഓക്കെ, ഞാനിതിങ്ങനെ ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. വി കണ്ടിന്യൂ ഇൻ ദിസ് ഫാഷൻ and consider the diagonal sequence XJJ. അപ്പോൾ ആദ്യം നമുക്ക് XJ1 ആയിരുന്നു, then XJ2 ആയി, then നമുക്ക് അങ്ങനെ XJJ which is a subsequence of XJ. ഓക്കെ, നമുക്കങ്ങനെ കണ്ടെത്താൻ പറ്റും. then for each n equal to 1, 2, 3 etc. the sequence AN XJJ converges in H. അത് A എന്ന് പറയുന്നതും കോമ്പാക്റ്റ് ആയതുകൊണ്ട് അതിനൊരു സബ് സീക്വൻസ് കണ്ടെടുത്ത് നമുക്കത് കൺവേർജിങ് ആണെന്ന് പറയാം. നമുക്ക് കാണിക്കേണ്ടത് എ ഈസ് കോമ്പാക്റ്റ് എന്നാണ്. അപ്പോൾ അതിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോം എ എക്സ് ജെ ജെ മൈനസ് എക്സ് കെ കെ നോക്കാം. ദാറ്റ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ എക്സ് ജെ ജെ മൈനസ് എ എക്സ് എ എൻ എക്സ് ജെ ജെ. ഞാൻ അതിന് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. ദെൻ അപ്പുറത്ത് പ്ലസ് എ എൻ എക്സ് ജെ ജെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു എ എൻ എക്സ് കെ കെ ഞാൻ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ആവശ്യത്തിനനുസരിച്ച് അതിനെ സ്പ്ലിറ്റ് ചെയ്തതാണ്. ദിസ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോ എ എക്സ് ജെ ജെ മൈനസ് എ എൻ എക്സ് ജെ ജെ പ്ലസ് എ എൻ എക്സ് നോ എ എൻ എക്സ് ജെ ജെ മൈനസ് എ എൻ എക്സ് കെ കെ പ്ലസ് നോം എ എൻ
എക്സ് കെ കെ മൈനസ് എ എക്സ് കെ കെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ നിന്ന് എനിക്ക് രണ്ടും എക്സ് ജെ ജെ ആണ്, അതുകൊണ്ട് എനിക്ക് എക്സ് അതങ്ങോട്ട് കോമൺ എടുത്തുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എ മൈനസ് എ എൻ ഇൻറ്റു നോം എക്സ് ജെ ജെ പ്ലസ് അടുത്തതിനകത്തൊന്നും എനിക്ക് കോമൺ ഒന്നും എടുക്കുന്നില്ല, എ എൻ എക്സ് ജെ ജെ മൈനസ് എ എൻ എക്സ് കെ കെ. അടുത്തതിനകത്തൊന്നും മുമ്പേ പറഞ്ഞ പോലെ എ എൻ മൈനസ് എ നോം എ എൻ മൈനസ് എ ഇൻറ്റു നോം എക്സ് കെ കെ. ഓക്കെ, നമുക്കറിയാം എ എൻ മൈനസ് എ ടെൻസ് ടു 0 ആണ് നമുക്ക് തീർത്ത് തന്നിട്ടുണ്ട്. സോ അത് നമുക്ക് വാനിഷാക്കി കളയാൻ പറ്റും. ദെൻ എക്സ് ജെ ജെ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്. അപ്പോൾ രണ്ടിടത്തും ഒരു നോം എ മൈനസ് എ എൻ കോമൺ ആണ്. ദെൻ രണ്ട് എക്സ് ജെ ജെ വരുന്നുണ്ട്, എക്സ് ജെ ജെയും എക്സ് കെ കെ. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പം ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആൽഫ ഇൻറ്റു നോം എ മൈനസ് എ എൻ പ്ലസ് നോം എ എൻ എൻ എക്സ് ജെ മൈനസ് എ എൻ എക്സ് കെ കെ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഇറ്റാന്ന് പറയുന്നത് നമുക്കറിയാം ടെൻസ് ടു 0 ആയിട്ട് മാറും. ദെൻ എ എൻ എക്സ് ജെ ജെ മൈനസ് എ എൻ എക്സ് കെ കെ എന്ന് പറയുമ്പോൾ എ എൻ ഇസ് എ കോമ്പാക്ട്, സോ ഇറ്റ് ഹാസ് എ കൺവേർജൻസ് ഓഫ് സീക്വൻസ്. ദിസ് വൺ ഓൾസോ ടെൻസ് ടു നമുക്ക് 0 ആക്കും. രണ്ടും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് കമ്പൈൻ ചെയ്ത് ലെസ് ദാൻ എപ്സിലോൺ ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നമ്മുടെ സീക്വൻസ് ആയ എ ഓഫ് എക്സ് ജെ ജെ എന്ന് പറയുന്നത് ഒരു കോഷി സീക്വൻസ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കറിയാം എച്ച് കംപ്ലീറ്റ് ആണ്, സോ നമുക്കറിയാം കോഷി സീക്വൻസ് കൺവേർജിങ് ഇൻ എച്ച് ആണ്. അപ്പം സബ്സീക്വൻസ് എ ഓഫ് എക്സ് ജെ ജെ എന്ന് പറയുന്ന എക്ക് എ ഓഫ് എക്സ് ജെക്ക് ഒരു സബ്സീക്വൻസ് കൺസിഡർ കാണുകയും അത് എച്ചിൽ കൺവേർജ് ചെയ്യുകയും ചെയ്തത് കൊണ്ട് നമുക്ക് പറയാം എ ഈസ് കോമ്പാക്റ്റ്. ദെൻ തേർഡ് വൺ ഈസ് if A is compact then so is A star, that is A star is compact ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. Let A be compact. A compact ആണ് to show that A star is compact. അപ്പോൾ നമുക്ക് എ കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമുക്കൊരു സീക്വൻസ് ഒക്കെ കൺസിഡർ ചെയ്യാം. ദെൻ എ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആയതുകൊണ്ട് കൺവേർജിങ് സബ് സീക്വൻസ് ഒക്കെ ഉണ്ടാവും. നമുക്കത് ഇനിയും എ സ്റ്റാറിലേക്ക് അതിൻ്റെ റിസൾട്ടിനെ മാറ്റണം. ഓക്കെ, കൺസിഡർ എ സീക്വൻസ് എക്സ് ഇൻ എച്ച് സച്ച് ദാറ്റ് നോം എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഫോർ ഓൾ എൻ ആൻഡ് സം ആൽഫ ഗ്രേറ്റർ ദാൻ 0. ലെറ്റ് വൈ എൻ ഈക്വൽ ടു എ സ്റ്റാർ ഓഫ് എക്സ് എൻ. ഞാൻ ഈ എക്സ് എന്നിലേക്ക് എ സ്റ്റാറിനെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ ആണ് വൈ. ഓക്കെ, അതിൽ എന്നെ പേരിട്ട് വിളിച്ചതാണ് വൈ. വൈ ഈക്വൽ ടു എ സ്റ്റാർ ഓഫ് എക്സ് എൻ, എൻ ഈക്വൽ ടു 1 2 3 എക്സെട്ര. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്കറിയാം കോമ്പാക്റ്റ് ആണ്, സോ ബൗണ്ടഡ് ആയിരിക്കും. സോ എ സ്റ്റാർ ഈസ് ഓൾസോ ബൗണ്ടഡ്. സിൻസ് എ സ്റ്റാർ ഈസ് എ ബൗണ്ടർ ഓപ്പറേറ്റർ, സീക്വൻസ് വൈ എൻ ഈസ് എ ബൗണ്ടഡ് സീക്വൻസ് ഇൻ എച്ച്. ആൻഡ് സിൻസ് എ ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ, ദർ ഈസ് എ സീക്വൻസ് വൈ എൻ ജെ സച്ച് ദാറ്റ് എ വൈ എൻ ജെ കൺവേർജസ് ഇൻ എച്ച്. എ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് സബ് സീക്വൻസ് കാണുകയും അത് കൺവേർജ് ചെയ്യുകയൊക്കെ ചെയ്യും. ഫോർ ജെ കെ ഈക്വൽ ടു 1 2 3 എക്സെട്ര വി ഹാവ്. എനിക്ക് കാണേണ്ടത് എ സ്റ്റാറിനെയാണ്, അതുകൊണ്ട് ഞാനതൊരു കോഷി സീക്വൻസ് ആണെന്ന് കാണിക്കുകയും ദെൻ നമ്മുടെ സ്പേസ് ഹിൽബർട്ട് ആയതുകൊണ്ട് അത് കൺവേർജ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി നോം എ സ്റ്റാർ ഓഫ് എക്സ് എൻ ജെ മൈനസ് എ സ്റ്റാർ ഓഫ് എക്സ് എൻ കെ സ്ക്വയർ കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം ദാറ്റ് വൺ ഈസ് ഇന്നർ പ്രോഡക്റ്റ് എ സ്റ്റാർ ഓഫ് എക്സ് എൻ ജെ മൈനസ് എക്സ് എൻ കെ comma a star of x n j minus x n k. Okay, then ഈ ഫസ്റ്റ് വണ്ണിന് അതിൽ സെക്കൻഡ് വണ്ണിൽ നിന്ന് ഞാൻ ഈ എ സ്റ്റാറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്നപ്പോട്ട് എ സ്റ്റാർ എക്സ് എൻ ജെ എക്സ് എൻ കെ എക്സ് എൻ ജെ എക്സ് എൻ കെ എന്ന് കാണും. എ സ്റ്റാറിനെ ഇങ്ങനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ആ സ്റ്റാർ അങ്ങ് പോകും, വീണ്ടും അതിൻ്റെ കോൺജുഗേറ്റ് വരുമല്ലോ. ഓക്കെ, അപ്പം ഈ എ സ്റ്റാറിനെ ഞാൻ അടുത്ത്, അതായത് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എ സ്റ്റാറിനെ അകത്തോട്ട് കയറ്റുമ്പോൾ എനിക്ക് എ ഓഫ് എ എക്സ് എൻ ജെ മൈനസ് എ എക്സ് എൻ കെ വരും. അപ്പോൾ അതിനെ ഞാൻ എ സ്റ്റാർ ഓഫ് എക്സ് എൻ ജെ നമുക്കറിയാം വൈ എൻ ജെ ആണ്, നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട്. അതുപോലെ എ സ്റ്റാർ ഓഫ് എക്സ് എൻ കെ എന്ന് പറയുമ്പോൾ വൈ എൻ കെ വരും. That one equal to inner product a y n j minus a y n k
എക്സ് എൻ ജെ മൈനസ് എക്സ് എൻ കെ ആണ്. നമുക്കറിയാം എക്സ് എൻ ജെയും എക്സ് എൻ കെ ഒക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫയാണ്. സോ ദിസ് വൺ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 alpha into norm a y n j minus a y n k. നമുക്കറിയാം a is compact. സോ ദിസ് വൺ നമുക്ക് ടെൻസ് ടു സീറോയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ദിസ് ഷോസ് ദാറ്റ് എ സ്റ്റാർ ഓഫ് എക്സ് എൻ ജെ സീക്വൻസ് എ സ്റ്റാർ ഓഫ് എക്സ് എൻ ജെ നമുക്കറിയാം ലെഫ്റ്റ് സൈഡ് എ സ്റ്റാറിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ലെസ് ദാൻ ഒരു ഈക്വൽ ടു ലെസ് ദാൻ ഒരു എപ്സിലോൺ വന്നതുകൊണ്ട് എ സ്റ്റാർ ഓഫ് എക്സ് എൻ ജെ എന്ന് വന്നൊരു കോഷി സീക്വൻസ് ആയിട്ട് മാറി. Sequence A star of x and j is a Cauchy sequence in H. Since H is complete, it converges in H. അപ്പം എ സ്റ്റാർ എടുത്തു, അതിൻ്റെ ഒരു സബ്സീക്വൻസ് അത് കൺവേർജ് ചെയ്തു, എച്ചിൽ തന്നെ കൺവേർജ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് പറയാം എ സ്റ്റാർ ഈസ് കോമ്പാക്റ്റ്.